കൂട്ടുകാരെ, വമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു കൊടംപുളിയും ചെറിയുള്ളിയൊക്കെ ഇട്ട് നല്ലൊരു മത്തിക്കറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് മത്തി എന്ന് പറയുന്നത്. ഇതുപോലെ നല്ല ടേസ്റ്റിൽ മത്തിക്കറി ഉണ്ടാക്കി എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ അതെങ്ങനെയെന്നുള്ളത് വീഡിയോയിലൂടെ കണ്ടാലോ. മത്തി നന്നായി ക്ലീൻ ചെയ്തെടുത്തത് 1 കിലോ വേണം നമുക്ക് മത്തി. അതിനായിട്ട് ഒരു 25 ചെറിയുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത്. ഇതിലേക്ക് കൂടുതൽ ചെറിയുള്ളിയാണ് വേണ്ടത്. അതിനാണ് 25 ചെറിയുള്ളി എടുത്തിട്ടുള്ളത്. ഒരു 2 പച്ചമുളക് നീളത്തിൽ കീറി എടുത്തത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞതും, പുളിക്ക് ആവശ്യത്തിന് കൊടംപുളി, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്, ആവശ്യത്തിന് കറിവേപ്പില. മീൻ കറിയിലേക്ക് വേണ്ട മസാല ഇന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് എരിവുള്ള മുളക് പൊടി, 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂണ് ഉലുവപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. മീൻകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. മൺചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവപ്പൊടി ചേർക്കണേ കൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കിന്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറട്ടെ. ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. 2 പച്ചമുളകും കൂടെ ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് മസാലപ്പൊടി ഇല്ല, അതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കൊടംപുളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാകും. നമുക്കൊന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി നോക്കാം. നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. പുളിയൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഉപ്പും പുളി എരിവൊക്കെ ഒന്ന് പാകാണോ നോക്കിയിട്ട് മത്തി ചേർത്ത് കൊടുക്ക. ഇനി ആവശ്യത്തിന് ചാറിന് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് മീനൊന്ന് വേവിച്ചെടുക്കുക. മീൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. നമുക്ക് മൂടി തുറന്നു നോക്കാം. വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ. നല്ല കൊടംപുളി ചെറിയുള്ളി ഒക്കെ ചതച്ച് ചേർത്തുണ്ടാക്കിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള മത്തിക്കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മത്തി പറ്റിച്ചുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഇന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. ഇതും കപ്പയാണ് കേട്ടോ നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട്. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.